നമസ്കാരം. കേരളത്തിലെ ഓരോ കുടുംബത്തിന്റെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് കേരള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആശുപത്രി ബിൽ കണ്ട് കടക്കെണിയിൽ വീഴുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുമായി സംയോജിപ്പിച്ച് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് ഇതിന്റെ നടത്തിപ്പിന് ചുമതല വഹിക്കുന്നത്. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം? പുതിയ രജിസ്ട്രേഷൻ എന്നാണ് ആരംഭിക്കുന്നത്? ഈ പദ്ധതിയിൽ കുടുംബത്തിന് എത്ര രൂപ വരെ കവറേജ് ലഭിക്കും? APL കാർഡ് ഉള്ളവർക്ക് പദ്ധതി ലഭിക്കുമോ? തുടങ്ങിയ വിശദവിവരങ്ങൾ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കുള്ളൂ. ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. മുൻ മുഖ്യമന്ത്രിമാരായി K. കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ആദര സൂചകമായാണ് ഈ പദ്ധതിക്ക് പേര് വന്നിരിക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വാർഷികം 5 ലക്ഷം രൂപ വരെ ഫ്ലോട്ടർ അടിസ്ഥാനത്തിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുക എന്നതാണ്. 1 രൂപ പോലും പ്രീമിയം അടയ്ക്കേണ്ടതില്ല. APL BPL വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും ഈ സുരക്ഷ ലഭ്യമാണ്. പദ്ധതിയുടെ കവറേജ് സാർവത്രിക സ്വഭാവമുള്ളതാണ്. കേരളത്തിൽ സ്ഥിരതാമസമുള്ള ഏത് കുടുംബത്തിനും അംഗത്വം ലഭിക്കും. കുടുംബം എന്നതിൽ ഭർത്താവ്, ഭാര്യ, ആശ്രിതരായ മക്കൾ, മാതാപിതാക്കൾ എന്നിവർ ഉൾപ്പെടുന്നു. പ്രായപരിധി ഒന്നുമില്ല. പിറന്ന കുഞ്ഞു മുതൽ പ്രായാധിക്യമുള്ള മാതാപിതാക്കൾ വരെ എല്ലാവരും ഒരേ കാർഡിൽ കവറേജിന്റെ പരിധിയിൽ വരും. മുൻകാല രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. പദ്ധതിയിൽ ചേർന്ന ദിവസം മുതൽ തന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ആസ്മ, കിഡ്നി രോഗം, ക്യാൻസർ പോലുള്ള പഴയ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, ESI അംഗങ്ങൾ എന്നിവരെ മാത്രമാണ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അവർക്ക് അതാത് സ്ഥാപനങ്ങളുടെ പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം ഉള്ളതിനാലാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ കവറേജ് തുക 5 ലക്ഷം രൂപയാണ്. ഈ തുക ഒരു കുടുംബത്തിന് ഒരു പോളിസി വർഷത്തിൽ ലഭിക്കാവുന്ന പരമാവധി തുകയാണ്. ഫ്ലോട്ടർ അടിസ്ഥാനത്തിലുള്ള കവറേജ് ആണ്. അതായത് കുടുംബത്തിലെ ഒരംഗത്തിന് മുഴുവൻ 5 ലക്ഷം രൂപ ഉപയോഗിക്കാം. ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നാലും ആകെ ചെലവ് 5 ലക്ഷം രൂപ കവിയാൻ പാടില്ല. തുക തീർന്നു കഴിഞ്ഞാൽ അതേ വർഷം വീണ്ടും തുക അനുവദിക്കില്ല. പോളിസി പുതുക്കുന്ന അടുത്ത വർഷം മുതൽ വീണ്ടും 5 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള 3 ദിവസത്തെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ചെലവും, ഡിസ്ചാർജ് ചെയ്ത ശേഷമുള്ള 15 ദിവസത്തെ ഫോളോ അപ്പ് ചെലവും മരുന്ന് ചെലവും ഈ 5 ലക്ഷം രൂപയിൽ ഉൾപ്പെടും. ഡോക്ടർ ഫീസ്, നഴ്സിംഗ് ചാർജ്, റൂം ചാർജ്, ICU ചാർജ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജ്, ശസ്ത്രക്രിയ ചാർജ്, മരുന്നുകൾ, ഉപഭോഗ വസ്തുക്കൾ, ഇംപ്ലാന്റുകൾ, ബ്ലഡ് ഓക്സിജൻ എന്നിവ എല്ലാം ക്യാഷ്ലെസ് ആയി ലഭിക്കും. രോഗിയോ കൂടെ ഉള്ളവരോ ആശുപത്രി കൗണ്ടറിൽ 1 രൂപ പോലും അടയ്ക്കേണ്ടതില്ല. ഈ പദ്ധതിയിൽ 1773 തരം രോഗങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും ചികിത്സാ നടപടിക്രമങ്ങൾക്കും കവറേജ് ഉണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, വാൾവ് റീപ്ലേസ്മെന്റ്, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ വയ്ക്കൽ, കിഡ്നി മാറ്റിവയ്ക്കൽ, ഡയാലിസിസ്, ക്യാൻസറിന്റെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ശസ്ത്രക്രിയ, കരൾ മാറ്റിവയ്ക്കൽ, ന്യൂറോ സർജറി, ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ, അസ്ഥിമജ്ജ മാറ്റിവയ്ക്കൽ, ഓർത്തോപീഡിക് ശസ്ത്രക്രിയ, സന്ധി മാറ്റിവയ്ക്കൽ, ജനറൽ സർജറി, ഗൈനക്കോളജി ശസ്ത്രക്രിയ, പ്രസവം, സിസേറിയൻ, പീഡിയാട്രിക് സർജറി, കണ്ണിന്റെ കാറ്ററാക്ട് ശസ്ത്രക്രിയ, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് ചികിത്സ, ട്രോമ കെയർ എന്നിവയെല്ലാം പാക്കേജ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. സർക്കാർ ഓരോ പാക്കേജിനും നിശ്ചിത നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആശുപത്രി ഈ നിരക്കിന് മുകളിൽ തുക ആവശ്യപ്പെടാൻ പാടില്ല. പാക്കേജിന് പുറമെ ചില സങ്കീർണ സാഹചര്യങ്ങളിൽ 12 ദിവസത്തിൽ കൂടുതൽ ICU വേണ്ടി വന്നാൽ അധിക തുക അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥ പദ്ധതിയിലുണ്ട്. ഡയാലിസിസ്, കീമോതെറാപ്പി പോലുള്ള ദീർഘകാല ചികിത്സകൾക്ക് വാർഷിക കവറേജിൽ നിന്ന് തുക വിനിയോഗിക്കാം. എംപാനൽ ചെയ്ത ആശുപത്രികളിൽ മാത്രമാണ് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുക. കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും, ജില്ലാ ആശുപത്രികളും, താലൂക്ക് ആശുപത്രികളും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും പദ്ധതിയിലുണ്ട്. തിരുവനന്തപുരം SIT ഹോസ്പിറ്റൽ, കോട്ടയം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവയെല്ലാം എംപാനൽ ചെയ്തിട്ടുണ്ട്.
സ്വകാര്യ മേഖലയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, അസ്റ്റർ മെഡിസിറ്റി കൊച്ചി, ലെസി ഹോസ്പിറ്റൽ എറണാകുളം, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, മിംസ് കോഴിക്കോട്, KMCH കോയമ്പത്തൂർ, മെഡിക്കൽ ട്രസ്റ്റ് കൊച്ചി, കാരിത്താസ് കോട്ടയം, KVM ആശുപത്രി ചേർത്തല എന്നിവ ഉൾപ്പെടെ 600-ലധികം സ്വകാര്യ ആശുപത്രികളും പദ്ധതിയിലുണ്ട്. എംപാനൽ ചെയ്ത ആശുപത്രികളുടെ പൂർണ്ണമായ പട്ടിക KCUHIS ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ആശുപത്രി എംപാനൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെബ്സൈറ്റിൽ പരിശോധിക്കണം. എംപാനൽ ചെയ്യാത്ത ആശുപത്രിയിൽ പോയാൽ ചെലവ് തിരികെ ലഭിക്കില്ല. ഇതിൽ കാർഡാണ് പദ്ധതിയുടെ പ്രധാന തിരിച്ചറിയൽ രേഖ. 2024 ജനുവരി മുതൽ പഴയ പ്ലാസ്റ്റിക് കാർഡുകൾക്ക് പകരം കാർഡ് സംവിധാനം നിലവിൽ വന്നു. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് KCUHIS പോർട്ടലിൽ നിന്ന് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ആധാർ നമ്പർ നൽകി മൊബൈലിൽ വരുന്ന OTP സ്ഥിരീകരിച്ചാൽ കുടുംബങ്ങളുടെ പേരും ഫോട്ടോയുമുള്ള കാർഡ് പ്രിന്റ് എടുക്കാം. കാർഡ് കളർ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. കാർഡ് ഇല്ലെങ്കിലും ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിൽ ചികിത്സ ലഭിക്കും. ആശുപത്രിയിലെ ആരോഗ്യമിത്രം ആധാർ നമ്പർ ഉപയോഗിച്ച് ബയോമെട്രിക് വെരിഫിക്കേഷൻ വഴി കുടുംബത്തിന്റെ വിവരങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് കണ്ടെത്തും. അതിനാൽ ആധാർ കാർഡ് എപ്പോഴും കയ്യിൽ കരുതുന്നത് നിർബന്ധമാണ്. കുടുംബത്തിൽ പുതിയ കുഞ്ഞ് ജനിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞിനെ കുടുംബാംഗമായി ചേർക്കണം. KCUHIS പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ പേര് ചേർക്കാം. പേര് തെറ്റിയാൽ തിരുത്താനും ഈ സംവിധാനം ഉപയോഗിക്കാം. കുടുംബാംഗം മരണപ്പെട്ടാൽ അത് സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കണം. വിവരങ്ങൾ തിരുത്തുന്നതിന് സേവനതളത്തിലും സഹായം ലഭിക്കും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന രീതി വളരെ ലളിതവും വ്യക്തമാണ്. ആദ്യം എംപാനൽ ചെയ്ത ആശുപത്രിയിലെ ആരോഗ്യമിത്രം സഹായ കൗണ്ടറിൽ പോയി കാർഡ് ആധാർ കാർഡോ ഹാജരാക്കണം. ആരോഗ്യമിത്രം സിസ്റ്റത്തിൽ കുടുംബത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ച് രോഗം പാക്കേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. പിന്നീട് ഡോക്ടർ രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കും. ആശുപത്രി പ്രീ ഓതറൈസേഷൻ അഭ്യർത്ഥന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ സിസ്റ്റത്തിലേക്ക് അയക്കും. സാധാരണ കേസുകളിൽ 6 മണിക്കൂറിനുള്ളിൽ അനുമതി ലഭിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗി ICUവിലാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് ഓതറേഷൻ നൽകുന്നുണ്ട്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ രോഗി 1 രൂപയും അടയ്ക്കാതെ ചികിത്സ തുടങ്ങാം. ഡിസ്ചാർജ് സമയത്തും ആശുപത്രി ബിൽ അടയ്ക്കേണ്ടതില്ല. ആശുപത്രി നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പാക്കേജ് തുക വാങ്ങും. രോഗിക്ക് ഡിസ്ചാർജ് സമ്മറി, ബിൽ കോപ്പി, മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നിവ വാങ്ങി സൂക്ഷിക്കുന്നത് ഭാവിയിൽ സഹായകരമാകും. ആശുപത്രി മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞാൽ അത് പദ്ധതി നിയമത്തിന് വിരുദ്ധമാണ്. അത്തരം സാഹചര്യത്തിൽ ടോൾ ഫ്രീ നമ്പറിൽ പരാതി അറിയിക്കണം. ഇനി പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചികിത്സകളും സേവനങ്ങളും വ്യക്തമായി നിശ്ചയിച്ചിട്ടുണ്ട്. കോസ്മെറ്റിക് സർജറി, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, ഡെന്റൽ ചികിത്സ, OBCT ചികിത്സ, മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം ഉപയോഗം മൂലമുള്ള ചികിത്സ, സ്വയം പരിക്കേൽപ്പിക്കൽ മൂലമുള്ള ചികിത്സ എന്നിവയ്ക്ക് കവറേജ് ഇല്ല. ജന്മന ഉള്ള ചില വൈകല്യങ്ങൾക്കും കവറേജ് പരിമിതികളുണ്ട്. OP ചികിത്സയ്ക്ക് കവറേജ് ലഭ്യമല്ല. ആശുപത്രിയിൽ 24 മണിക്കൂറിൽ കൂടുതൽ അഡ്മിറ്റ് ആകുന്ന ഇൻപേഷ്യന്റ് ചികിത്സകൾക്ക് മാത്രമാണ് പാക്കേജ് ബാധകമായിട്ടുള്ളത്. എന്നാൽ ഡേ കെയർ പ്രൊസീജിയറുകൾക്ക് കവറേജ് ലഭ്യമാണ്. കീമോതെറാപ്പി, ഡയാലിസിസ്, മോതിരക്കൺ ശസ്ത്രക്രിയ, കീമോ പോർട്ട് വയ്ക്കൽ പോലുള്ള ചികിത്സകൾ ഡേ കെയർ അടിസ്ഥാനത്തിൽ ചെയ്ത് ക്യാഷ്ലെസ് ആനുകൂല്യം നേടാം. ഈ വിവരങ്ങളെല്ലാം പദ്ധതിയുടെ ഔദ്യോഗിക ബുക്ക്ലെറ്റിലും വെബ്സൈറ്റിലും വിശദമായി കൊടുത്തിട്ടുണ്ട്. പദ്ധതിയുടെ പരാതി പരിഹാര സംവിധാനം വളരെ ശക്തവും ഫലപ്രദവുമാണ്. ആശുപത്രി അധിക തുക ആവശ്യപ്പെടുകയോ പാക്കേജിന് പുറമെ ബിൽ കൊടുക്കുകയോ ചികിത്സ നിഷേധിക്കുകയോ ചെയ്താൽ ടോൾ ഫ്രീ നമ്പർ 1800-425-4747 24 മണിക്കൂറും വിളിച്ച് പരാതി പറയാം. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈൻ പരാതി രജിസ്റ്റർ ചെയ്യാം. ഓരോ ജില്ലയിലും ജില്ലാ കോർഡിനേറ്റർ ഉണ്ട്. അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് പരിഹാരം കാണാം. ആശുപത്രി നിയമം ലംഘിച്ചാൽ എംപാനൽമെന്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സർക്കാർ എടുക്കും. രോഗികൾക്ക് പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാൻ ആരോഗ്യമിത്രം എപ്പോഴും എംപാനൽ ചെയ്ത ആശുപത്രിയിൽ ഉണ്ടാകും. അവരുടെ സേവനം പൂർണ്ണമായും സൗജന്യമാണ്. ആരോഗ്യമിത്രത്തോട് എല്ലാ സംശയങ്ങളും ചോദിച്ച് വ്യക്തത വരുത്താം. ജില്ലാ മെഡിക്കൽ ഓഫീസിലും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലും നേരിട്ട് പരാതി നൽകാം. കരുണാകര കേരള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ നാഴികക്കല്ലാണ്. 1 രൂപ പോലും പ്രീമിയം ഇല്ലാതെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സുരക്ഷ ലഭിക്കുന്നു. മുൻകാല രോഗങ്ങൾക്കും കവറേജ് ഉണ്ട്. പ്രായപരിധി ഏതും തന്നെയില്ല. APL BPL വ്യത്യാസമില്ല. കേരളത്തിലെ 90% കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്.
ആശുപത്രി ചെലവിന്റെ ഭാരമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കേരള സർക്കാർ ഒരുക്കുന്ന സുരക്ഷാ വലയമാണിത്. എല്ലാ കുടുംബവും ഈ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ആശുപത്രിയിൽ പോകുമ്പോൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം. എംപാനൽ ചെയ്ത ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടണം. പദ്ധതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ KCUHIS ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വിവരം അറിയേണ്ട എല്ലാവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.